ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡും എല്ലാവർക്കും സ്നേഹ സംഗീത അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ഫിനിൽ ഈഴാരത്ത് അച്ഛനാണ്. അച്ഛൻ ബിജിനോർ പ്രൊവിൻസ് CMI സഭയിലെ ബിജിനോർ പ്രൊവിൻസിലെ അംഗമാണ്. അച്ഛൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ, സംഗീത അനുഭവങ്ങൾ, അച്ഛൻ്റെ പാട്ടുകൾ ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഫിൻലച്ച സ്വാഗതം. താങ്ക് യു അച്ഛാ. പ്രിയപ്പെട്ട ഫിൻലച്ച, അച്ഛനിപ്പോൾ വൊക്കേഷൻ പ്രൊമോട്ടായിട്ടിരിക്കുകയാണ് അല്ലേ? വളരെ ആക്റ്റീവായിട്ട് അച്ഛൻ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞു, ഒത്തിരി ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഇതെല്ലാം കോർത്തിണക്കി അച്ഛന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടല്ലേ? ഒരു കുറച്ച് ഐഡിയാസ് ഒക്കെ അച്ഛൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ ഇപ്പോൾ എല്ലാവർക്കുമായിട്ട്? തീർച്ചയായിട്ടും അച്ഛാ. ഞാനിപ്പോൾ പ്രസൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലുവയിലെ ഞങ്ങളുടെ ബിജിനോർ മിഷൻ ഹൗസിൽ, ട്രാൻസിറ്റ് ഹൗസ് എന്നും പറയും, അവിടെ അസിസ്റ്റൻ്റ് വൊക്കേഷൻ അനുഗ്രഹാലയം അസിസ്റ്റൻ്റ് വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മ്യൂസിക് മിനിസ്ട്രി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കുറേ പാട്ടുകൾ ചെയ്യുവാനായിട്ട് ദൈവം ഇടവരുത്തി. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 300-ൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്രയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അത് വലിയൊരു അനുഭവമായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത്. അപ്പം ഇനിയും കൂടുതലായിട്ട് വ്യത്യസ്തമായ ഋതങ്ങളിൽ, താളങ്ങളിൽ, നമുക്കറിയാം നമ്മളൊരിക്കൽ കൂടി ഏത് മേഖലയിലായാലും റിസർച്ച് എന്ന് പറയുന്നൊരു വസ്തുത അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പം നമുക്കും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെയാണ്. താളങ്ങൾ, അപ്പം ആ രീതിയിലുള്ള വ്യത്യസ്തമായ എന്നാൽ കൂടുതൽ അറിയപ്പെടാത്ത അങ്ങനെയുള്ള താളങ്ങളിലേക്ക് പോയി ചെയ്യുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഞാൻ കൂടുതൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയിലെ പാട്ടുകൾ നമ്മൾ ഒരു അനുഭവത്തോടു കൂടി ഭാവലയത്തിൽ നമ്മൾ പാടുന്നു. പക്ഷെ അത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടിൻ്റെ മനോഹാരിതയല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിലുപരിയായിട്ട് ആ വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങൾ ആലപിക്കുമ്പോഴും അത് ഭക്തിപൂർവ്വം അർപ്പിക്കുമ്പോൾ വ്യക്തിയൊരു അനുഭവം തീർച്ചയായിട്ടും അത് അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലൂടെ, അല്ല വെളിച്ചത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഇനിയും ഭാവിയിലേക്ക് ഞാനുള്ള ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇത് പ്രകാരമാണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തോട് ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു ഹീലിംഗ് മിനിസ്ട്രി ആയിട്ട് സംഗീതത്തെ ഞാൻ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ പാടുമ്പോൾ അതിലൊരു ഹീലിംഗ് ഉണ്ട്. ഹീലിംഗ് മ്യൂസിക് മിനിസ്ട്രി ഭക്തിഭാവത്തോടുകൂടി നമ്മൾ പാടുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അച്ഛൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? അച്ഛൻ്റെ ഒരു മനോഹരമായ. തീർച്ചയായിട്ടും ഞാൻ ഒരു മനോഹരമായ ഗാനം ആലപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വരികൾ ഇപ്രകാരമാണ്: തൂമഞ്ഞ് പോലെ തൂവെള്ള ഓസ്തിയിലെ. ഇത് എഴുതിയത് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജോജോ കുഴിക്കാട്ടിൽ. അദ്ദേഹം ഒത്തിരി പാട്ടുകൾ രചിച്ചിട്ടുണ്ട്, നല്ല ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതുന്നൊരു വരികളാണ് ഞാൻ സംഗീതം ചെയ്തു. അതൊരു ദിവികാരുണ്യ ഗീതമായിട്ട് പല ദേവാലയങ്ങളിലും പാടിയിട്ടുണ്ട്. ഞാനത് കേൾക്കാനും ഇടയായിട്ടുണ്ട്. പ്രേക്ഷകർക്കായിട്ട് ഈ സമയത്ത് ആ ദിവ്യകാരുണ്യ ഗീതം ബഹുമാനപ്പെട്ട ഫിൻലച്ചൻ ആലപിക്കുന്നു. പോലെ തൂവെള്ളവോസ്തിയിൽ ഞാൻ നിന്നെ കാണുന്നു എന്നുമെന്നും. തേൻ തുള്ളി പോലെ അലിയുന്ന സ്നേഹമായി എന്നുള്ളിൽ നിറയുന്നു നിന്റെ രൂപം. തൂമഞ്ഞു പോലെ
തൂവെള്ളവോസ്തിയിൽ ഞാൻ നിന്നെ കാണുന്നു എന്നുമെന്നും. തേൻ തുള്ളി പോലെ അലിയുന്ന സ്നേഹമായി എന്നുള്ളിൽ നിറയുന്ന നിന്റെ രൂപം. തൂമഞ്ഞു പോലെ തൂവെള്ളവോസ്തിയിൽ. തകരുന്ന ഹൃദയത്തിൽ ആശ്വാസമായി അകതാരിൽ അണയുന്ന തിരുഭോജമേ. തകരുന്ന ഹൃദയത്തിൽ ആശ്വാസമായി അകതാരിൽ അണയുന്ന തിരുഭോജമേ. സക്രാരി തന്നിൽ ഊദാശയായെന്നും എഴുന്നള്ളി വന്നു നീ ജീവനേകൂ. സക്രാരി തന്നിൽ ഊദാശയായെന്നും എഴുന്നള്ളി വന്നു നീ ജീവനേകൂ. തൂമഞ്ഞു പോലെ തൂവെള്ളവോസ്തിയിൽ ഞാൻ നിന്നെ കാണുന്നു എന്നുമെന്നും. തേൻ തുള്ളി പോലെ അലിയുന്ന സ്നേഹമായി എന്നുള്ളിൽ നിറയുന്ന നിന്റെ രൂപം. തൂമഞ്ഞു പോലെ തൂവെള്ളവോസ്തിയിൽ. തിരുമാറിൽ നിന്നും ചിന്തിയ ചോരയാൽ സ്നേഹത്തിനാലയം തീർത്ഥനാഥ. തിരുമാറിൽ നിന്നും ചിന്തിയ ചോരയാൽ സ്നേഹത്തിനാലയം തീർത്ഥനാഥ. ജീവിത സഹനം കുരിശോടു ചേർക്കാൻ നിത്യമാം വചനം നിറയ്ക്കണമേ. ജീവിത സഹനം കുരിശോടു ചേർക്കാൻ നിത്യമാം വചനം നിറയ്ക്കണമേ. തൂമഞ്ഞു പോലെ തൂവെള്ളവോസ്തിയിൽ ഞാൻ നിന്നെ കാണുന്നു എന്നുമെന്നും. തേൻ തുള്ളി പോലെ അലിയുന്ന സ്നേഹമായി എന്നുള്ളിൽ നിറയുന്ന നിന്റെ രൂപം. തൂമഞ്ഞു പോലെ തൂവെള്ളവോസ്തിയിൽ. ഫില്ലച്ച വളരെ വളരെ സുന്ദരമായ ഒരു ഗാനം. ഈശോയുടെ സ്നേഹം ഈ തൂമഞ്ഞു പോലെ അനുഭവിക്കാൻ പറ്റുന്ന അച്ഛൻ ആലപിച്ചൊക്കെ വളരെ സുന്ദരമായിരുന്നു. അതുപോലുള്ള ഒരു സുന്ദരമായ ഒരു ഗാനമായിരുന്നു. താങ്ക് യു. ഫില്ലച്ച നമുക്കറിയാലോ, നമ്മൾ സന്യസ്ത വൈദികരാണ്. നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഗ്രിഗേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. പ്രിയ ബഹുമാനപ്പെട്ട ചണ്ടാളച്ചൻ്റെ, പ്രോൺഷാളച്ചൻ്റെ, നമ്മളായിരിക്കുന്ന സ്ഥാപനങ്ങളിലെ പ്രിയോരച്ചന്മാരുടെ, സുപ്പീരച്ചന്മാരുടെ അല്ലേ. ഞാൻ വളരെ അത് പറയാൻ കാരണം ഞാൻ വളരെ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യം, ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. ഞങ്ങളുടെ ഫില്ലച്ചനായിക്കോട്ടെ, നമ്മുടെ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഒത്തിരി ഗായകരുള്ള ഒരു ബാച്ചായിരുന്നു അല്ലേ. അതെ. എന്നിരുന്നാൽ ഒത്തിരി ഗായകരുണ്ടിരുന്ന പോലും
ഫില്ലച്ചനാണ് ആദ്യമായിട്ട് ഈ മ്യൂസിക് രംഗത്തേക്ക് കടന്നു വരിക. അതൊരു റീജൻസിക്ക് മുമ്പ് തന്നെ, ബ്രദർ ആയിരിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ ആദ്യമായിട്ട് ആൽബം ചെയ്തിട്ടുണ്ട് അല്ലേ? ആ വിശേഷങ്ങളൊക്കെ അത് വളരെ അത്ഭുതത്തോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ഫിലോസഫി പഠിച്ച് BA ആയിട്ട് പോകുന്ന അവസരം ഞാൻ പറഞ്ഞോ, നമ്മുടെ എന്നെ സംഗീതത്തിന് ഫിലോസഫി അച്ഛൻ വാർത്തയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട കൊച്ചുമുട്ടച്ചനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്, നന്ദിയോടുകൂടി. കാരണം ഞാൻ ഒരു BA പഠിക്കുവാനായിട്ട്, ഹിസ്റ്ററി എടുത്ത് പഠിക്കുവാനായിട്ട് പോകുന്ന ആ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട തോമസ് കൊച്ചുമുട്ടച്ചൻ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടു കൂടി എൻ്റെ കഴിവ് അച്ഛൻ കണ്ടിരുന്നു. കാരണം അച്ഛൻ ആശ്രമത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ ഈ ഭജൻസൊക്കെ പാടുന്ന അച്ഛൻ കേട്ടിട്ടുമുണ്ട്. ഫിനിലെ നാട്ടിൽ പോയി നമ്മുടെ ഒരു പഴയ കോളേജുണ്ട്, ഗവൺമെൻറ് കോളേജ് RLV തൃപ്പൂണിത്തുറ. അച്ഛനത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അമ്മച്ചി സംഗീതം പഠിച്ചതാണല്ലോ, നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹം അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ? നമ്മൾ പറയുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അതെ, എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു സംഗീതം പഠിക്കണമെന്ന് കുറച്ചെങ്കിലും. കാരണം അമ്മച്ചി എന്നെ കുറച്ച് അതിലേക്ക് കൊണ്ടുവന്നിട്ടെങ്കിലും ഞാൻ അതിൽ നിന്നൊക്കെ വിരക്തി തോന്നിയിരുന്നു എന്നൊക്കെ. കാരണം ഒരു നാണം പോലെ, പേടി പോലെയൊക്കെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സംഗീതം പഠിക്കണം, കുറച്ച് പാട്ടുകളൊക്കെ ചെയ്യണമെന്നും പാടണമെന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു. ആ സമയത്താണ് അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുന്നത്, അച്ഛൻ നാട്ടിൽ പോയി തീർച്ചയായിട്ടും പഠിക്കണം. ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ അച്ഛന് പ്രത്യേകമായ റെക്കമെൻഡേഷനൊക്കെ ചെയ്ത് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ, അന്ന് ജെറാൾഡച്ചനായിരുന്നു, അച്ഛന് സപ്പോർട്ട് ചെയ്തു, കൗൺസിലേഴ്സൊക്കെ. പിന്നീട് ബഹുമാനപ്പെട്ട ഫാദർ അഗസ്റ്റിൻ കീമറ്റ് അച്ഛന് വരികയാണ് പ്രൊവിൻഷ്യലായിട്ട്. അച്ഛനോട് പറഞ്ഞു, ഫിനിലെ ധൈര്യമായിട്ട് പോവുക, പാടുവാൻ കഴിവുണ്ടല്ലോ, നല്ല രീതിയിൽ പോയി ഉപയോഗിക്കുക, നാട്ടിൽ പോവുക, അഡ്മിഷൻ എടുക്കുക, പഠിക്കുക എന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടി. ടീച്ചേഴ്സിനും വളരെ സന്തോഷമായി. കാരണം ഒരു നമ്മുടെ ബ്രദേഴ്സ്, പ്രത്യേകിച്ച് സന്യാസ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണല്ലോ. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ് എന്നെ. അങ്ങനെ ഫസ്റ്റ് ഇയർ ഞാൻ ചേർന്നു. ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അനുഗ്രഹാരത്തിൽ രാവിലത്തെ കോളേജ് പോകുന്നതിന് മുമ്പായിട്ട് കുർബാന കഴിഞ്ഞ് ഞാൻ വെറുതെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചാപ്പലിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒരു ഈണം കടന്നു വരികയാണ്, പെട്ടെന്നൊരു ഈണം. ഞാനത് വെറുതെ മൂളുകയാണ്. അപ്പം ഇങ്ങനെ ലാലാഴ്ചയൊക്കെ മൂളി. അപ്പോൾ അതിനൊരു ലിറിക്സ് നമുക്ക് വേണമല്ലോ പിന്നീട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിട്ട് തോന്നി, നല്ലൊരു സംഗീതമായിരിക്കും. അന്ന് തൊട്ട് എനിക്ക് വലിയൊരു ആഗ്രഹം, ഇത് നമ്മുടെ ചെയ്തതിന് ശേഷം കെസ്റ്റർ എന്ന സ്വർഗീയ ഗായകൻ പാടണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡൊമിനിക് പയ്യപ്പള്ളി, നമ്മുടെ കോൺഗ്രിഗേഷനിലെ സെബാസ്റ്റ്യൻ പയ്യപ്പള്ളിച്ചൻ്റെ കസിനാണ്. അദ്ദേഹം കുവൈറ്റിൽ അമ്മയോടൊത്ത് എപ്പോഴും കുർബാനയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹം കടന്നു വരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വേറെ അത് ട്യൂൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമുക്കത് ദൈവം ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം റെഡിയായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷമായി. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുള്ളത് എന്നോട് മനസ്സ് പറയുകയാണ്. അങ്ങനെ അമ്മതൻ താരാട്ട് പുൽകിടും സ്നേഹം, അതായത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അമ്മയിലൂടെ എപ്രകാരമാണെന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ട്യൂണ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഡൊമിനിക്കേട്ടനെ ഒന്ന് കേൾപ്പിച്ചു. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായി, സീഡ് ചെയ്യാനുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെ അദ്ദേഹം 4 വരികൾ എനിക്ക് എഴുതി തന്നു, അമ്പതൻ തുടക്കം. എന്നിട്ട് ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട കുര്യന്തോടച്ചനെ പോയി കാണുകയാണ്. അച്ഛൻ തേവരയിലാണെന്ന്. അച്ഛൻ വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ ട്യൂൺ മൂളി, അച്ഛൻ കംപ്ലീറ്റ് ആ ലിറിക്സ് എഴുതി തന്നു. ആ പാട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശാലോം TVയിലും അതൊരിക്കലും പാടി. അത് മെയിൽ വോയിസ് ആയിട്ട് പാടിയിരുന്നത് നമ്മുടെ കെസ്റ്റേട്ടനാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നമ്മുടെ ഫീമെയിൽ വോയിസ് എനിക്ക് നമ്മുടെ എലിസബത്ത് രാജു, ഷാലോമിലെ ഒരു പ്രോഗ്രാമിന് എലിസബത്ത് രാജു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് വേദിയിൽ പാടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് വലിയൊരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കുകയായിരുന്നു ആ പാട്ട്. അതിൽ കൂടിയാണ് ഞാൻ കൂടുതലായിട്ട് പിന്നെ സംഗീതം ചെയ്യുവാനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ ഒത്തിരി പാട്ടുകൾക്ക് ഈണം പകരുവാനും മനോഹരമായിട്ട് പാടുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. അച്ഛാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മനോഹരമായൊരു ഗാനം കൂടി കേട്ടാലോ? തീർച്ചയായിട്ടും അച്ഛാ. പ്രിയപ്പെട്ട ഫില്ലച്ച, ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്നത്? ഞാനിപ്പോൾ പാടാൻ ആഗ്രഹിക്കുന്നൊരു പാട്ട് മനോഹരമായ വരികളാണ്. ബഹുമാനപ്പെട്ട
ജോഷിയച്ചനാണ് എഴുതിയത്. നമ്മുടെ ജോഷി ചെറുപറമ്പിലച്ഛൻ. ജോഷി ചെറുപറമ്പിലച്ഛൻ CMI കോൺഗ്രിഗേഷൻ്റെ ഏറെ നാള് ഒക്കേഷൻ കോർഡിനേറ്ററൊക്കെ വളരെ സുദൃഢമായ സേവനം ചെയ്ത പ്രിയപ്പെട്ട അച്ഛനാണ് ജോഷി അച്ഛൻ. ഇപ്പം അച്ഛൻ വീണ്ടും മിഷനിലേക്ക് പോയിരിക്കുകയാണ്. പോയി. അതെ, ആഫ്രിക്കയല്ലേ? ആഫ്രിക്കൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് അച്ഛൻ ഈ വരിയായിട്ട് ഒരു ഡയറിയിൽ എൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അച്ഛനതൊന്ന് ട്യൂൺ ചെയ്യേ, എന്നിട്ട് അച്ഛൻ തന്നെ പാടണം എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കും സന്തോഷം തോന്നി. ആ ഒരു മനോഹരമായ പാട്ടാണ് ഞാനിപ്പോൾ ആലപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മിഴിയിൽ നിന്നെ കാണാൻ, മൊഴിയിൽ നിന്നെ കേൾക്കാൻ, മിഴിയിൽ നിന്നെ കാണാൻ, മൊഴിയിൽ നിന്നെ കേൾക്കാൻ, വഴികൾ നിന്നെ തേടാൻ കൃപയരുളൂ നാഥാ-ഈശോ. മിഴിയിൽ നിന്നെ കാണാൻ. പുൽക്കൂടുപോൽ നിസാരതയിൽ പോലും പുൽനാമ്പ് പോൽ ചെറുതായി ജ്ഞാനം, കാലേ തൊഴുത്തിൻ്റെ ലാളിത്യ ഭംഗിയിൽ ഉണ്ണീശോയെ കുമ്പിടാനും, കൈക്കുമ്പിളിൽ എൻ്റെ കുഞ്ഞു സ്വപ്നങ്ങളെ സമ്മാനമായി നൽകിടാനും, താരാട്ടു പാടുന്ന താരകങ്ങൾക്കൊപ്പം താളം പിടിക്കുവാനും ഭാഗ്യമേകിടണേ. മിഴിയിൽ നിന്നെ കാണാൻ. പുൽക്കൂടുപോൽ നിർമ്മലമായി ഞാനും പുൽമെത്തയായൻ പ്രാർത്ഥനയും, കാരുണ്യത്തിൻ താരകശോഭയിൽ ഉണ്ണീശോയെ കുമ്പിടാനും, കാൽ കീഴിലേകാനായി പുഷ്പങ്ങളും സമ്മോഹനം ഈ വാനവഗീതം, കീർത്തനം പാടുന്ന മാലാഖമാർക്കൊപ്പം ദൈവസ്തുതി പാടാൻ ഭാഗ്യമേകണമേ. മിഴിയിൽ നിന്നെ കാണാൻ, മൊഴിയിൽ നിന്നെ കേൾക്കാൻ, മിഴിയിൽ നിന്നെ കാണാൻ, മൊഴിയിൽ നിന്നെ
നേടാൻ വഴികൾ നിന്നെ തേടാൻ കൃപയരുളൂ നാഥാ ഈശോ നിന്നെ കാണാൻ. മിഴിയിൽ നിന്നെ കാണാൻ ഫില്ലച്ചാച്ചൻ പാടിയത് ഈശോയെ മിഴിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. വളരെ സുന്ദരമായിരുന്നു. ജോഷിച്ചൻ്റെ മനോഹരമായ വരികൾ അച്ഛൻ മനോഹരമായിട്ട് സംഗീതം ചെയ്തു, മനോഹരമായിട്ട് ആലപിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ വളരെ സുന്ദരമായിരുന്നു. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഒരു പാട്ട് ഹിറ്റാകുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രിയങ്കരമാകുന്നുണ്ടെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് വരികൾ എഴുതിയതുപോലെ സംഗീതം കൊടുത്തതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് എൻ്റെ BGM കൊടുക്കുക, ഓർക്കസ്ട്രേഷൻ കൊടുക്കുക. ഈ ഗാനത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ വളരെ മനോഹരമായിരുന്നു. അത് ആരാ ചെയ്തത്? ഇത് വെച്ചാൽ നമ്മുടെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ റോബി പുനലൂര്. അത് ഇപ്പം ബാംഗ്ലൂരാണ്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഗീതാത്മകമായ രീതിയിൽ തന്നെ, എന്നാൽ ആ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു വിവരിച്ച എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒന്ന് അച്ഛനോടെ പഠിക്കാൻ നമുക്ക് ഒരുമിച്ച് നമ്മൾ പഠിച്ചു, ഒരുമിച്ച് പാടി, തമാശകൾ പറയുന്നു. എപ്പോഴൊക്കെ കണ്ടാലും ആ ഒരു സുഹൃബന്ധം എപ്പോഴും നമ്മളിലുണ്ട്. അത് ദൈവം ഒരുക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, കാരണം ഇന്ന് അച്ഛൻ ഓഫ് കോഴ്സ് അച്ഛൻ്റെ സഹോദരനും നമ്മുടെ വിനിലച്ഛനും ഒത്തിരി പേർക്ക് ആസ്വദിക്കുന്നുണ്ട്. ഒത്തിരിയോ ലക്ഷക്കണക്കിന് പേര് നിങ്ങളുടെ ഗാനങ്ങൾ ഇന്ന് കേട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു. ചങ്കാണ് എൻ്റെ ചങ്കാണ് ഈശോ, അതൊക്കെ അല്ലേ എല്ലാവരിലേക്കും ഇറങ്ങിയൊരു പാട്ടാണ്. ആ പാട്ട് തന്നെ പലരും അത് പാടുന്നുമുണ്ട്. ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അച്ഛനെ ഒരുക്കി കൂടി ഒരു മനോഹരമായ ഗാനം കൂടി പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉറപ്പായിട്ട് ഒത്തിരി സന്തോഷമുള്ളൂ പാടാനായിട്ട്. ഇത് നേരത്തെ പറഞ്ഞ ജോഷി ചെറുപറമ്പിൽ അച്ഛൻ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ വരി എഴുതിയിരിക്കുന്നത് അഗസ്ത്യൻ മ്ലാവറയിൽ അച്ഛനാണ്, സീമയച്ഛനാണ്. ഇതിൻ്റെ മനോഹരമായിട്ട് സംഗീതം തന്നിരിക്കുന്നത് ജസ്റ്റിൻ കാലയാണിയിൽ അച്ഛനാണ്. അച്ഛൻ കോട്ടയം ബ്രോൺസിൽ അച്ഛനാണ്. ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും കൂടി സീമയ സഭയിലെ കൊച്ചച്ചാന്മാരെല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്തൊരു വർക്കുണ്ട്, മെനിൻ കാസക്. അതിൻ്റെ കോർഡിനേറ്ററും ഈ ജസ്റ്റിൻ അച്ഛനായിരുന്നു. സംഗീതം അതിൻ്റെ ജ്ഞാനം ഒത്തിരി ഉള്ളിലുള്ള ഒരു അച്ഛനാണ്. ആ ഒരു ഗാനം ഞാൻ നിങ്ങൾക്കായിട്ട് ആലപിക്കാം. ആരാധനയാലും നിറയുന്നു ഈശോ, നീ എന്നുള്ളിൽ അലിയുന്ന നിമിഷം നിന്നോടൻ ആത്മാവും ഒന്നാകുമ്പോൾ ആനന്ദം. സിഹിയോൻ മാളിക ബലിയിൽ മുറിവേറ്റമേനി അനുദിന ബലിയുടെ നേരം എന്നാവിലലിയും കാൽവരി മലയിലെ ബലിയിൽ ചിന്തുന്ന രക്തം ഇന്നീ ബലിയുടെ നേരം സ്നേഹ
പ്രവാഹം നിത്യമാം ജീവന്റെ പാനീയമായി നൽകും രക്തത്താൽ എന്നെ കഴുകിയിടമേ. ആത്മാവിലെ ചെറുകൂടിനുള്ളിൽ ആരാധന നിനക്കേകിടാം. ദിവ്യകാരുണ്യമേ സ്നേഹകുദാശയെ എന്നും നിന്നോടൊന്നാകാം. തളരും നേരവും എന്നെ താങ്ങുന്ന സ്നേഹം, കിടറും വഴികളിലെന്നും കരുതുന്ന കനിവ, വേദന നിറയും മുറിവിൽ അഭിഷേക തൈലം, ഒഴുകും കൃപയുടെ നേരം സാന്ത്വനമായി. നാഥനായി നീ കൂടെ ഉള്ളപ്പോൾ എന്നുള്ളം ആനന്ദപൂരിതമേശുവേ. ആത്മാവിലെ ചെറുകൂടിനുള്ളിൽ ആരാധന നിനക്കേകിടാം. ദിവ്യകാരുണ്യമേ സ്നേഹകുദാശയെ എന്നും നിന്നോടൊന്നാകാം. ഈശോ നീ എന്നുള്ളിൽ അലിയുന്ന നിമിഷം, നിന്നോടൻ ആത്മാവും ഒന്നാകുമ്പോൾ ആനന്ദം. കൺമുന്നിൽ തെളിയും ദീപം പോ ഇരുളിൽ നീ കൂട്ടിന് വരണേ. തുണയേകും തണലായി ബലമേകും, കണ്ണീരിൻ വഴിയിൽ തെളിയൂ. ഈശോയേ ഈശോയേ ആരാധനയാലുള്ളം നിറയുന്നു. ഈശോ നീ എന്നുള്ളിൽ അലിയുന്ന നിമിഷം, നിന്നോടൻ ആത്മാവും ഒന്നാകുമ്പോൾ ആനന്ദം. പിന്നെച്ച ഞാനിങ്ങനെ അച്ഛൻ്റെ ശരിക്കും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ജസ്നച്ചൻ വളരെ മനോഹരമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടത്. നല്ലൊരു ഫീൽ തന്നെയാണ് അല്ലേ? ഒരു അലിഞ്ഞ് എനിക്ക് ഒന്ന് ആനന്ദം നമ്മൾ അനുഭവിച്ചു. ആനന്ദം കേൾക്കുന്നവരെല്ലാവരും ഈശോയുടെ ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ട്. വളരെ മനോഹരമായൊരു പാട്ടാൻ അച്ഛന് അത് സന്തോഷത്തോടു കൂടി നല്ല പ്രത്യാശയോടെ അച്ഛന് അത് ആലപിച്ചു. ദൈവത്തിന് മഹത്വം. താങ്ക് യു അച്ഛ. ഫില്ലച്ച ഒത്തിരി നന്ദി അച്ഛ. അച്ഛൻ്റെ ഈ എപ്പിസോഡ് ഒന്ന് എനിക്ക് അച്ഛനോടൊപ്പം പങ്കെടുക്കാനായിട്ട് പറ്റിയതിൻ്റെ നന്ദി എനിക്കും ഉണ്ട് ഉള്ളിൽ. വളരെ സുന്ദരമായിരുന്നു അച്ഛ. അച്ഛന് ജന്മസിദ്ധമായിട്ട് പാരമ്പര്യമായിട്ട് നൈസർഗികമായിട്ട് അച്ഛൻ ലഭിച്ചിരിക്കുന്ന സംഗീതം, അച്ഛനത് സുന്ദരമായിട്ട് അച്ഛൻ സുവിശേഷം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേരിലേക്ക്. ഇനിയും ഇനിയും ഒത്തിരി ദൈവത്തിൻ്റെ സ്നേഹം അച്ഛൻ്റെ സംഗീതത്തിലൂടെ അനേകരിൽ എത്താനായിട്ട് സർവശക്തൻ ഫില്ലച്ചനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പുതിയ ഗാനങ്ങളും പുതിയ വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി. ഈശോ നീ എന്നുള്ളിൽ അലിയുന്ന നിമിഷം, നിന്നോടൻ ആത്മാവും ഒന്നാകുമ്പോൾ ആനന്ദം. കൺമുന്നിൽ തെളിയും ദീപം പോ ഇരുളിൽ നീ കൂട്ടിന് വരണേ. തുണയേകും തണലായി ബലമേകും, കണ്ണീരിൻ വഴിയിൽ തെളിയൂ. ഈശോയേ ഈശോയേ ആരാധനയാൽ